നിങ്ങൾ ഉപയോഗിക്കുന്ന ഐഫോൺ ഏതും ആയിക്കോട്ടെ, അതിന് മാക്സിമത്തിൽ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നില്ല, നമ്മുടെ ഡെയിലി ലൈഫിൽ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും ഒരു വേസ്റ്റ് ഓഫ് മണി തന്നെയാണ്. ഐഫോൺ ആ ഫീച്ചർ ഇല്ല, ഈ ഒരു പോരായ്മകളുണ്ട്, അത് കുറവുണ്ട്, ഇത് കുറവുണ്ടെന്ന് പറയുമ്പം സ്ഥിരം കേൾക്കുന്നൊരു ഡയലോഗാണ്. പക്ഷേ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ന കാരണങ്ങൾ അല്ലെങ്കിൽ ഇന്ന ഫീച്ചേഴ്സ് ഇല്ല എന്ന് പറഞ്ഞ് നമ്മൾ പരാതിപ്പെടുന്ന ടൈമിൽ ഇതിലുള്ള ഫീച്ചേഴ്സ് തന്നെ അതിനെ ഫുൾ ഒപ്റ്റിമത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ ഫുൾ യൂട്ടിലൈസേഷൻ നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കാത്ത അത്രയും കാലം അത് നമുക്കൊരു ബേർഡൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുമായിട്ടുള്ള പുതിയ കുറച്ച് സിരി ഷോർട്ട് കട്ടുകളും ഓട്ടോമേഷൻസുമാണ്. സോ ദിസ് ഇസ് മീ മിലൻ. വിത്തൗട്ട് എനി ഫർദർ യു, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. സോ സിരി ഷോർട്ട് കട്ട്സ് ആപ്പിളിൻ്റെ സ്വന്തം ആപ്ലിക്കേഷനാണ്. നമുക്ക് ആപ്പ് സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഈ ഒരു പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ നമ്മൾ കുറേ വളഞ്ഞ രീതിയിൽ പോയി ചെയ്യേണ്ട പല കാര്യങ്ങളും നമുക്ക് വളരെ സിമ്പിളായിട്ട് ഒരൊറ്റ ക്ലിക്കിൽ ചെയ്യാൻ സാധിക്കുന്ന കുറച്ച് ഫങ്ഷണാലിറ്റി അല്ലെങ്കിൽ ഫീച്ചർ അടങ്ങിയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണിത്. ഇതിലേറ്റവും ആദ്യത്തെ ഷോർട്ട് കട്ട് എനിക്ക് ഉറപ്പാണ് മസ്റ്റായിട്ടും എല്ലാവർക്കും ഉപകാരപ്പെടുന്നതും നിങ്ങൾ ഡെഫിനറ്റ്ലി യൂസ് ചെയ്യേണ്ടതായിട്ടുള്ളൊരു ഷോർട്ട് കട്ടാണ്. അതായത് നമ്മളുടെ നെറ്റ്വർക്ക്, മൊബൈൽ ഡാറ്റ നെറ്റ്വർക്ക് സ്വിച്ച് ചെയ്യാൻ സാധിക്കുന്ന സ്വിച്ചറാണ് അല്ലെങ്കിൽ സ്വിച്ചിങ് ഷോർട്ട് കട്ടാണ് ഇത്. അതായത് നമുക്ക് 4G 5G ഇപ്പോൾ അറിയാം, ജിയോ എയർടെൽ സിമ്മൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ 5G സപ്പോർട്ട് ചെയ്യുന്ന ഡിവൈസുകൾ, ഐഫോൺ 12 മുതലുള്ള എല്ലാ ഡിവൈസുകളിലും അല്ലെങ്കിൽ യൂസേഴ്സിനും ഈ ഒരു ഷോർട്ട് കട്ട് ഉപയോഗിക്കാം. കാരണം അത് മുതൽ 5G സപ്പോർട്ടഡ് ആണ്. സോ നമ്മളിപ്പം നിലവിൽ ഇപ്പം 4G ആണ് അല്ലെങ്കിൽ LTE ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ 5Gയിലേക്ക് സ്വിച്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ നെറ്റ് സെറ്റിങ്സിൽ പോകണം, സെല്ലുലാർ ഓപ്ഷനിൽ പോകണം, അതിൽ വോയിസ് ആൻഡ് ഡാറ്റ ഓപ്ഷനിൽ പോയിട്ട് ഇവിടുന്ന് വേണം നമ്മൾ 5G അല്ലെങ്കിൽ ഈ ഒരു LTEയിലേക്ക് സ്വിച്ച് ചെയ്യാൻ. എന്നാൽ ഈ ഒരു ഷോർട്ട് കട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത്രയും കാര്യങ്ങൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ സാധിക്കും. ഈ ഒരു സെറ്റിങ്സിൽ പോലും പോകാതെ തന്നെ ചെയ്യാൻ സാധിക്കും. ഇവിടെ നമ്മൾ ഷോർട്ട് കട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ സെറ്റിങ്സിൽ പോയി ചെയ്യേണ്ട കാര്യങ്ങൾ ഇവിടുന്ന് തന്നെ ആക്സസ് ചെയ്യാം. ഇപ്പോൾ ഞാനിവിടെ 5G ഓട്ടോ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചാൽ മതി, അത് LTE മാറി 5G ആയിട്ടുണ്ട്. സോ ഇത്രയും സെറ്റിങ്സിൽ പോയി ഇത്രയും ഓപ്ഷൻസ് കടന്നു പോയി ചെയ്യേണ്ട കാര്യങ്ങൾ ഒരൊറ്റ സിംഗിൾ ക്ലിക്കിൽ, ഒരു സിംഗിൾ ടാപ്പിൽ നമുക്ക് സ്വിച്ച് ചെയ്യാൻ സാധിക്കുന്ന കിടിലൻ ഷോർട്ട് കട്ടാണ് 5G സ്വിച്ചർ എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നമുക്ക് 5G ഓഫ് ആക്കണമെങ്കിൽ ഇതിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ LTEയിലേക്ക് സ്വിച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ ഷോർട്ട് കട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം, അവിടെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ക്രിയേറ്റ് ചെയ്യാൻ വളരെ സിമ്പിളാണ്. പ്ലസ് ഐക്കണിൽ ടാപ്പ് ചെയ്യുക, ആഡ് ആക്ഷൻസ് ഓപ്ഷൻ പോവുക, സെറ്റ് വോയിസ് ആൻഡ് ഡാറ്റ എന്ന് പറയുന്ന ഓപ്ഷൻ, സെറ്റ് വോയിസ് ആൻഡ് ഡാറ്റ, ആ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൽ ടാപ്പ് ചെയ്യുക. ടാപ്പ് ചെയ്തതിന് ശേഷം ഏറ്റവും ആദ്യം റേഡിയോ ആക്സസ് ടെക്നോളജി എന്ന് പറയുന്ന സംഭവമുണ്ട്, അത് അങ്ങനെ തന്നെ ലീവ് ചെയ്യുക. ഓൺ എന്ന് പറഞ്ഞിട്ട് സെല്ലുലാർ നെറ്റ്വർക്ക് പ്ലാൻ, അത് നിങ്ങളുടെ ജിയോ നമ്പർ അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന സിം ഏതാണോ അത് ഇവിടെ കാണിക്കും, അതിൽ സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ ആ ഒരു റേഡിയോ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞ് കാണിച്ചത് ഇപ്പം LTE ആയിട്ടുണ്ട്. ജസ്റ്റ് ആ LTEയിൽ ടാപ്പ് ചെയ്ത് കഴിയുമ്പം നമുക്ക് ഇവിടെ വേരിയബിൾസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും. അതിൽ ടാപ്പ് ചെയ്തതിന് ശേഷം ആസ്ക് ഈച്ച് ടൈം എന്നുള്ളത് സെലക്ട് ചെയ്യുക, ഡൺ കൊടുക്കുക. ഡൺ കൊടുത്ത് കഴിയുമ്പോൾ നമുക്കിപ്പോൾ ആ ഷോർട്ട് കട്ട് സെറ്റ് ആയിട്ടുണ്ട്. രണ്ടാമത്തെ ഷോർട്ട് കട്ട് സൈലൻറ്റ് ഓൾ എന്ന് പറയുന്ന ഷോർട്ട് കട്ടാണ്. നിങ്ങൾ ഐഫോൺ അതേപോലെ തന്നെ ആപ്പിൾ വാച്ച് യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. അതായത് ഈ ഷോർട്ട് കട്ട് റൺ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഐഫോണും അതോടൊപ്പം തന്നെ നിങ്ങളുടെ ആപ്പിൾ വാച്ചും ഒരേപോലെ തന്നെ സൈലൻറ്റ് മോഡ് ആകുന്നതായിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം സൈലൻറ്റ് ആയിട്ടുണ്ട്. ഞാൻ ആ ഷോർട്ട് കട്ട് റൺ ചെയ്തപ്പോഴാണ് നമ്മുടെ ആപ്പിൾ വാച്ചും ഐഫോണും ഒരേപോലെ സൈലൻ്റായി. ഞാൻ ഒന്നും കൂടെ ജസ്റ്റ് റൺ ചെയ്യാം. ഇപ്പം അത് റൺ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഐഫോൺ അൺമ്യൂട്ട് ആവും, അതുപോലെ ആപ്പിൾ വാച്ച് ഇപ്പം അൺമ്യൂട്ട് ആയത് കാണാൻ സാധിക്കും. വീണ്ടും നമ്മളത് റൺ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഡിവൈസ് ഇപ്പോൾ കാണാം മ്യൂട്ടായിട്ടുണ്ട്. ഒന്നുകൂടെ റൺ ചെയ്യുന്ന സമയത്ത് നിങ്ങളിവിടെ നോക്കിയാൽ മതി, രണ്ടും അൺമ്യൂട്ടായിട്ടുണ്ട്. സോ ഇങ്ങനെ നിങ്ങൾക്ക് സൈലൻറ്റിലേക്ക് പോകാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ പെട്ടെന്ന് ഒരു മീറ്റിങ്ങോ അല്ലെങ്കിൽ എമർജൻസി ആയിട്ട് എന്തെങ്കിലും ഒരു ഡിസ്റ്റർബൻസ് ഒഴിവാക്കേണ്ട ഒരു സിനേറിയയിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന ഒരു ഷോർട്ട് കട്ടാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഓട്ടോമേഷനാണ്, റൂട്ടീൻ ബേസ് ചെയ്തിട്ടുള്ള ഓട്ടോമേഷൻ. ഈ ഓട്ടോമേഷൻ എന്ന് പറയുന്ന ടാബ് താഴെ നമ്മുടെ ആ ഒരു ടാബ് വ്യൂവിൽ ഏറ്റവും താഴെ നടുക്കായിട്ട് കാണാൻ സാധിക്കും. അതിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമേഷൻ എന്ന് പറയുന്നത് നമ്മളൊരു ടൈം അല്ലെങ്കിൽ ഒരു പ്ലേസ് അല്ലെങ്കിൽ പർട്ടിക്കുലറായിട്ട് എന്തെങ്കിലും ഒരു സംഭവത്തിനെ സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് ആ ഒരു പീരിയോഡിക്കലി ആ ഒരു പ്ലേസ് അല്ലെങ്കിൽ ടൈമിനെ ബേസ് ചെയ്ത് ആ ഒരു ഫങ്ഷണാലിറ്റി എക്സിക്യൂട്ട് ചെയ്യുന്നത്, അതാണ് ഈ ഓട്ടോമേഷൻ. അപ്പോൾ ഈ ഒരു ഓട്ടോമേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പല കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ഇവിടെ ഞാൻ ചെയ്തേക്കുന്ന പോലെ നമ്മളൊരു പർട്ടിക്കുലർ ടൈമിൽ എണീക്കുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മളിപ്പം ഒരു ഓഫീസിലേക്ക് ചെല്ലുന്ന സമയത്ത് അല്ലെങ്കിൽ ഓഫീസിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് അങ്ങനെ ഒരു പർട്ടിക്കുലർ പ്ലേസിനെയോ ടൈമിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് ഓട്ടോമേഷൻ സെറ്റ് ചെയ്യാൻ സാധിക്കും. അതായത് നമ്മുടെ വൈഫൈ ഇപ്പം ഓഫീസിൽ ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫോൺ സൈലൻ്റ് ആവുക, ബ്രൈറ്റ്നസ് കുറയ്ക്കുക, ലോ പവർ മോഡിൽ പോവുക, വൈഫൈ, ബ്ലൂടൂത്ത് ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഡിസ്കണക്റ്റ് ആവുക, അങ്ങനെയൊക്കെ പറഞ്ഞ് നമുക്ക് ഓട്ടോമേഷൻ സെറ്റ് ചെയ്യാൻ സാധിക്കും. അതൊക്കെ നമ്മുടെ റൂട്ടീൻ ബേസ് ചെയ്തിട്ടുള്ള ഓട്ടോമേഷനാണ്. അതിനുവേണ്ടി ഞാനിപ്പോൾ ഓൾറെഡി ഇവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പുതുതായിട്ടൊന്ന് സെറ്റ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. വളരെ സിമ്പിളാണ്, എല്ലാവർക്കും ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ സാധിക്കും. ഈ ഒരു പ്ലസ് ഐക്കണിൽ ടാപ്പ് ചെയ്യുക.
ടൈം ഓഫ് എ ഡേ എന്ന് പറഞ്ഞ് സെലക്ട് ചെയ്യുക. ഈ ഒരു ഓപ്ഷനിൽ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മളിവിടെ ചൂസ് ചെയ്യുന്നത് ടൈം ഓഫ് എ ഡേ ആണ്. സോ നമ്മളിപ്പം ഈ ടൈം നമുക്ക് ഇഷ്ടമുള്ള ടൈം നമ്മളിപ്പം ഓഫീസിൽ പോവുകയാണെന്ന് വെച്ചു. നമ്മളിപ്പം 9:30 ഓഫീസ്, നമ്മുടെ ഓഫീസ് ടൈം. സോ 9:30 ആകുമ്പോൾ നമ്മൾ ഓഫീസിലെത്തും. ആ സമയത്ത് നമ്മുടെ ഡിവൈസ് വൈഫൈ ഡിസ്കണക്റ്റ് ആകണം, നെറ്റ് ഓഫ് ആകണം, ലോ പവർ മോഡിലേക്ക് പോകണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ സാധിക്കും. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് നമുക്ക് കാണാം വീക്കിലി റിപ്പീറ്റ് ചെയ്യണോ, ഏതൊക്കെ ദിവസങ്ങൾ. ഇപ്പോൾ നമ്മൾ സൺഡേ സാറ്റർഡേ നമുക്ക് ഓഫീസില്ല എന്ന് വെച്ചു, ആ സമയങ്ങളിൽ റിപ്പീറ്റ് ചെയ്യേണ്ട എന്നുണ്ടെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം തന്നെ റൺ ആഫ്റ്റർ കൺഫർമേഷൻ ആണോ റൺ ഇമ്മീഡിയറ്റ്ലി ആണോ എന്നുള്ളത് ചോദിക്കും. റൺ ഇമ്മീഡിയറ്റ്ലി, കാരണം കൺഫർമേഷൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ ആ ഒരു പ്ലേസ് അല്ലെങ്കിൽ ടൈം ബേസ് ചെയ്തിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനൊരു പേജിലേക്ക് പോകും. ഇവിടെ ആഡ് ന്യൂ ബ്ലാങ്ക് ഓട്ടോമേഷൻ, അതിൽ ആക്ഷൻ വൈഫൈ എന്നുള്ളത് നമ്മൾ സെർച്ച് ചെയ്യുക. വൈഫൈ ഇവിടെ നമ്മൾ ഓഫീസിലേക്ക് എത്തുമ്പോൾ വൈഫൈ ഓഫ് ആകണം. സോ ഇനിയുള്ളത് സെല്ലുലാർ ഡേറ്റ ആണ്, ഓഫ് ആകണം. ബ്ലൂടൂത്ത് അത് ഓഫ് ആകണം. ലോ പവർ മോഡ് സെറ്റ് ചെയ്തു അത് ഓൺ ആകണം. അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്കിവിടെ സെറ്റ് ചെയ്യാൻ സാധിക്കും. അഡീഷണലി നമുക്കിപ്പം ചെയ്യാൻ പറ്റുന്നത് ഇപ്പം സ്ക്രീൻ ബ്രൈറ്റ്നസ് അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 40% അല്ലെങ്കിൽ 50%, 30%. കാരണം നമ്മളിപ്പോൾ ഓഫീസിൽ ഫോൺ അധികം യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതനുസരിച്ച് നമ്മുടെ കാര്യങ്ങളെല്ലാം തന്നെ സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഞാനിവിടെ ഈ ഒരു ഓട്ടോമേഷൻ ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ സെറ്റ് ചെയ്തു. അതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ ഇത് റണ്ണ് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മുടെ ഡിവൈസ് ഡിസ്പ്ലേ ബ്രൈറ്റ്നസ് കുറഞ്ഞു, എല്ലാ കാര്യങ്ങളും വൈഫൈ ബ്ലൂടൂത്ത് എല്ലാം ഓഫായി. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഒരു ടൈം ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാൻ സാധിക്കും. ഇനിയിപ്പം ഇതേ കാര്യം തന്നെ നമുക്ക് ഒരു ലൊക്കേഷൻ ബേസ് ചെയ്തും ചെയ്യാൻ സാധിക്കും. അതിനുവേണ്ടി നമ്മൾ ആ പ്ലസ് സൈക്കിളിൽ ടാപ്പ് ചെയ്യുക. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ അറൈവ് എന്നുള്ളത് ടാപ്പ് ചെയ്യുക. അറൈവ് എന്നുള്ളത് നിങ്ങളുടെ ഓഫീസ് ലൊക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ ചൂസ് കൊടുക്കുക. ചൂസ് കൊടുത്തതിന് ശേഷം ഇപ്പം ട്രിവാൻഡ്രം ഞാൻ സെലക്ട് ചെയ്തു. നമ്മളുടെ ആ ഒരു പ്ലേസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ സെർച്ച് ചെയ്തെടുക്കാം. കറണ്ട് ലൊക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ സെറ്റപ്പ് ചെയ്യാം. അപ്പോൾ ഞാൻ ആ ഒരു പ്ലേസിൽ എത്തിയതിന് ശേഷമാണ് എനിക്കിങ്ങനെ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് കൊടുക്കുക. ബ്ലാങ്ക് ഓട്ടോമേഷൻ ആഡ് ചെയ്യുക. ഇവിടെ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മുമ്പ് ചെയ്ത പോലെ ആഡ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓട്ടോമേഷൻ അങ്ങനെ സെറ്റപ്പ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതിലെ രണ്ടാമത്തെ ഓട്ടോമേഷൻ എന്ന് പറയുന്നത് നമുക്ക് മെസ്സേജുകൾ ഓട്ടോമാറ്റിക്കലി ഒരു കോൺടാക്റ്റിലേക്ക് സെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ്. സോ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അതും വെറൈറ്റി ആയിട്ടുള്ള രീതിയിൽ നമുക്ക് സെൻഡ് ചെയ്യാൻ സാധിക്കും. അതായത് ഒരേ മെസ്സേജ് തന്നെയല്ല, പല മെസ്സേജുകൾ, പല വേർഡുകൾ നമുക്ക് സെൻഡ് ചെയ്യാൻ സാധിക്കും. പ്ലസ് ഐക്കണിൽ ടാപ്പ് ചെയ്യുക. ഇവിടെ മുമ്പേ ചെയ്ത പോലെ ടൈം ഓഫ് എ ഡേ സെറ്റ് ചെയ്യുക. നമ്മളിപ്പോൾ രാവിലെ ഒരു 6 മണിക്ക് അല്ലെങ്കിൽ 6:50 ആകുമ്പോൾ നമുക്കൊരു മെസ്സേജ് കോൺടാക്റ്റിലേക്ക് അയക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്യാം. സോ ഡെയിലി എന്നുള്ളത് സെലക്ട് ചെയ്യുക. റൺ ഇമ്മീഡിയറ്റ്ലി എന്നുള്ളതും സെലക്ട് ചെയ്യുക. നെക്സ്റ്റ് കൊടുക്കുക. ഇവിടെ നമ്മൾ ന്യൂ ബ്ലാങ്ക് ഓട്ടോമേഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞിരുന്നു ഓരോ ദിവസവും നമുക്ക് പുതിയ ഗുഡ് മോർണിംഗ് മെസ്സേജാണ് സെൻഡ് ചെയ്യേണ്ടത്. സോ നമുക്ക് അതിന് വേണ്ടി നമുക്ക് ചാറ്റ് GPT സഹായം തേടാൻ സാധിക്കും. അതായത് ചാറ്റ് GPT ആപ്ലിക്കേഷൻ നിങ്ങൾ ആപ്പ് സ്റ്റോറിൽ പോയി ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഇവിടെ നമ്മൾ ആസ്ക് ചാറ്റ് GPT എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യുക. നമുക്ക് ഇങ്ങനത്തെ ഒരു ആക്ഷൻ വരും. അതിൽ നമ്മൾ മെസ്സേജ് എന്നുള്ളത് ടാപ്പ് ചെയ്തതിന് ശേഷം ഓരോ ദിവസവും നമുക്ക് ഗുഡ് മോർണിംഗ് മെസ്സേജാണ് ഡ്രാഫ്റ്റ് ചെയ്ത് അയക്കേണ്ടത്. സോ ഡ്രാഫ്റ്റ് മെസ്സേജ് എന്നുള്ളത് ഇവിടെ ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്തതിന് ശേഷം ഈ ഒരു ആരോയിൽ പ്രസ് ചെയ്യുക. ടാപ്പ് ചെയ്തിട്ട് ഷോ വെൻ റണ്ണിങ് എന്നുള്ളത് ഡിസേബിൾ ചെയ്യുക. തിരിച്ചതുപോലെ ആക്കുക. ഇത്രയും ചെയ്തതിന് ശേഷം ഇവിടെ നമുക്ക് താഴെ സെറ്റ് വേരിയബിൾ എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ടാപ്പ് ചെയ്യുക. ഇവിടെ നമ്മൾ വേരിയബിൾ നെയിം എന്നുള്ളത് മെസ്സേജ് എന്നുള്ളത് നമ്മൾ ടൈപ്പിംഗ് ചെയ്ത് കൊടുക്കുക. ഡൺ അടിക്കുക. ടു ആസ്ക് ചാറ്റ് GPT എന്നുള്ളത് അവിടെ ഓൾറെഡി സെറ്റാണ്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പുതിയൊരു ആക്ഷനും കൂടെ ആഡ് ചെയ്യണം. നമുക്ക് ഈ മെസ്സേജ് നമ്മുടെ വാട്സാപ്പ് മെസ്സേജ് വഴിയാണ് സെൻഡ് ചെയ്യേണ്ടത്. SMS ആയിട്ടും സെൻഡ് ചെയ്യാം, വാട്സാപ്പ് ആയിട്ടും സെൻഡ് ചെയ്യാം. ഞാനിവിടെ പ്രിഫർ ചെയ്യുന്നത് വാട്സാപ്പാണ്. സോ സെൻഡ് മെസ്സേജ് വിയ വാട്സാപ്പ് എന്നുള്ളത് ടൈപ്പ് ചെയ്തിട്ട് താഴെ നമുക്ക് റെസിപ്പിയൻ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. സോ ഇവിടെ നമുക്ക് പ്ലസ് ഐക്കണിൽ ടാപ്പ് ചെയ്തിട്ട് നമ്മുടെ കോൺടാക്ട്സ് ആപ്പിനകത്ത് പോയിട്ട് ഏത് കോൺടാക്റ്റിലേക്കാണ് നമ്മൾ ഈ മെസ്സേജ് സെൻഡ് ചെയ്യേണ്ടത് എന്നുള്ളത് വേണമെങ്കിൽ സെലക്ട് ചെയ്ത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിവിടെ നമ്പർ മാത്രമായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കാനും സാധിക്കുന്നതാണ്. അപ്പോൾ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മളിവിടെ കൊടുത്തു. ഞാൻ എൻ്റെ വാട്സാപ്പ് നമ്പറാണ് അവിടെ കൊടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കോൺടാക്ട്സ് ആഡ് ചെയ്യാനും നമ്പറും കൊടുക്കാൻ സാധിക്കും. ഇനി ഞാനിത് ജസ്റ്റ് റൺ ചെയ്ത് കാണിച്ചു തരാം ഇതെങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നതെന്ന് കാണാൻ വേണ്ടി. ജസ്റ്റ് ഈ ഒരു പ്ലസ് ഐക്കൺ ഇവിടെ കാണുന്ന ഈ പ്ലേ ഐക്കണിൽ ടാപ്പ് ചെയ്ത് കഴിയുമ്പം നമുക്കവിടെ മെസ്സേജ് ഡ്രാഫ്റ്റ് ആവുന്നുണ്ട്. സോ ഞാനിത് ഓപ്പൺ ചെയ്യുന്നില്ല. അതിന് പകരം നിങ്ങൾക്ക് ഇവിടെ തന്നെ കാണാൻ സാധിക്കും ഗുഡ് മോർണിംഗ്, വിഷ് യു എ ഫുൾഫിൽ ഡേ വിത്ത് പ്രൊഡക്റ്റ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്കവിടെ മെസ്സേജ് വന്നേക്കുന്നത് കാണാൻ സാധിക്കും. ഇത് ഡ്രാഫ്റ്റ് ചെയ്തത് ചാറ്റ് GPT ആണ്. അത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ നമ്പറിലേക്ക് വാട്സാപ്പ് വഴി സെൻഡ് ആയിക്കോളും. ഒന്നും കൂടെ നമുക്കത് റൺ ചെയ്യാം. പുതിയ ഒരു മെസ്സേജ് ഡ്രാഫ്റ്റ് ആണെന്ന് കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് കാണാം മറ്റൊരു മെസ്സേജ് ഡ്രാഫ്റ്റ് ആയിട്ടുണ്ട്. സോ ഇങ്ങനെ നിങ്ങൾക്ക് ഒരു ഓട്ടോമേഷൻ സെറ്റ് ചെയ്യാം. ഡൺ കൊടുത്തു കഴിഞ്ഞാൽ
കൃത്യം ആ ഒരു ടൈം ആവും 6:50 എന്ന് പറയുന്ന ടൈം ആകുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി വാട്സാപ്പ് മെസ്സേജ് സെൻഡ് ആവുന്നതാണ്. വാട്സാപ്പ് ആയിട്ടോ അല്ലെങ്കിൽ SMS ആയിട്ടോ ഒക്കെ നിങ്ങൾക്ക് സെൻഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ആപ്പിൾ വാച്ചിനും ഐഫോണും മാക്കിനും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന കിടിലൻ സിറി ഷോർട്ട്കട്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങളിത് യൂസ് ചെയ്യുക, ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും പോയി നമ്മുടെ ലൈക്ക് ബട്ടൺ സ്മാഷ് ചെയ്യുക. സോ വൺസ് അഗൈൻ, ദിസ് ഈസ് മീ മിലൻ. Catch you guys in the next video. Till then, peace.